നമസ്കാരം, ഞാൻ ശ്രീജിത്ത് സിംഗ്. ഇന്ന് ഞാനിവിടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു വിഷയം മതസൗഹാർദ്ദത്തെക്കുറിച്ചുള്ളതാണ്. കൊറോണ എന്ന് പറയുന്ന ഒരു മഹാമാരിയിൽ അകപ്പെട്ട് നമ്മുടെ രാജ്യം വളരെയേറെ സാമ്പത്തിക മാന്ദ്യത്തിലേക്കും മറ്റുള്ള പ്രശ്നങ്ങളിലേക്കും പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ജനങ്ങളെല്ലാം ഒറ്റക്കെട്ടായി നിൽക്കേണ്ടതിൻ്റെ ആവശ്യകതയും കൂടെ ഉദ്ദേശിച്ചാണ് ഈ വീഡിയോ ഞാൻ ഇടുന്നത്. സശ്രദ്ധം എല്ലാവരും ഒന്ന് കണ്ടിരിക്കുക. അപ്പോൾ മതസൗഹാർദ്ദത്തെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് എല്ലാ മതക്കാരോടും പറയുവാനുള്ള ഒരു കാര്യം, നിങ്ങളുടെ ആരുടെയും മതം പൂർണ്ണമായും കുറ്റവിമുക്തമല്ല എന്നുള്ളതാണ്. നിങ്ങളുടെ ആരുടെയും മതം, ആ മതചരിത്രങ്ങൾ ഒന്നും തന്നെ കുറ്റവിമുക്തങ്ങളോ അതിവിശുദ്ധങ്ങളോ ആയിട്ടുള്ളതല്ല എന്നുള്ളതാണ് എനിക്ക് പറയുവാനുള്ളത്. അത് ഏത് മതത്തിൻ്റെ പാരമ്പര്യം, ഏത് മതത്തിൻ്റെ ചരിത്രം എടുത്ത് നോക്കിയാലും നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. ഒരു മതത്തെ മാത്രം പോയിന്റ് ഔട്ട് ചെയ്ത് ഞാൻ പറയുന്നില്ല. ഇന്ന് ഭാരതത്തിൽ 142 കോടി ജനങ്ങൾ ഇടതിങ്ങി പാർക്കുന്ന വ്യത്യസ്ത തരം ജാതികളും മതങ്ങളുമുള്ള ഭാരതത്തിൽ, ആ ഭാരതത്തിലെ പ്രമുഖമായ 3 മതങ്ങൾ, ഹൈന്ദവ, ഇസ്ലാമിക, ക്രൈസ്തവ ധർമ്മങ്ങളോട് എനിക്ക് പറയുവാനുള്ളത്, പരസ്പരം ചേരിതിരിഞ്ഞ് പോരടിക്കുന്ന ഹൈന്ദവ മുസ്ലിം സുഹൃത്തുക്കളോട് എനിക്ക് പറയുവാനുള്ളത്, നിങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി ഭാരതത്തിൻ്റെ മക്കൾ എന്നുള്ള തരത്തിൽ പ്രവർത്തിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ മതത്തിൻ്റെ പേരിലുള്ള സ്പർദ്ധ ഉപേക്ഷിക്കണം എന്നുള്ളതാണ്. കാരണം നിങ്ങളുടെ ആരുടെയും മതത്തിൻ്റെ ചരിത്രം പൂർണ്ണമായും കുറ്റവിമുക്തമല്ല എന്നുള്ളതാണ്. അപ്പോൾ ചോദിക്കും, എൻ്റെ മതം വിശുദ്ധമല്ലേ, എൻ്റെ മതം ശാസ്ത്രീയമായിട്ട് ഒത്തുപോകുന്നില്ലേ, എൻ്റെ മതം ഇന്ന ഗുണങ്ങൾ കൊണ്ട് സമ്പുഷ്ടമല്ലേ എന്ന് ചോദിക്കും. ഞാനൊരിക്കലും മതത്തെയോ മതത്തിൻ്റെ സ്ഥാപകരെയോ മതത്തിൻ്റെ പ്രത്യയശാസ്ത്രങ്ങളെയോ കുറ്റം പറയുന്നില്ല. നിങ്ങളുടെ തന്നെ മതത്തിൻ്റെ ചരിത്രം ഒന്ന് പരിശോധിക്കുക. നിങ്ങളുടെ മതക്കാർ പണ്ട് ചെയ്ത ചരിത്രങ്ങൾ നിങ്ങളൊന്ന് പരിശോധിക്കുക. എല്ലാ മതക്കാരോടുമാണ് പറയുന്നത്, ഒരു മതത്തിനോട് മാത്രമല്ല. അപ്പോൾ ചോദിക്കും, ക്രൈസ്തവർ ചോദിക്കും, ഞങ്ങൾ എന്ത് തെറ്റാണ് ചെയ്തത്, ഞങ്ങളുടെ മതത്തിൽ എന്താണ് പിശകെന്ന് ചോദിക്കും. ലോകമാസകലം അടക്കി ഭരിച്ചിരുന്ന ബ്രിട്ടീഷ് ശക്തികൾ ഏത് മതക്കാരായിരുന്നു? ഏറ്റവും അധികം കൊലപാതകങ്ങളും കൊള്ളയും കൊള്ളിവെപ്പും നടത്തിയ ഹിറ്റ്ലർ, സ്റ്റാലിൻ തുടങ്ങിയവർ ഏത് മതക്കാരായിരുന്നു? അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഒരു മതത്തിൻ്റെയും ചരിത്രം വിശുദ്ധമല്ല. ഇനി ഇസ്ലാമിക വ്യക്തികളോട് ചോദിച്ചാൽ അവർ ചോദിക്കും, ഞങ്ങളുടെ മതത്തിന് എന്താണ് തെറ്റ്? നിങ്ങളുടെ എത്ര പേര് വിദേശ രാജ്യങ്ങളെ ആക്രമിച്ചിട്ടുണ്ട്? നിങ്ങളുടെ മതത്തിൽ എത്ര പേര് തീവ്രവാദ പ്രവർത്തനങ്ങളുമായിട്ട് നടക്കുന്നുണ്ട്? അവർക്ക് ഉത്തരമില്ല. ഇനി ഹിന്ദു സുഹൃത്തുക്കളോട് ചോദിച്ചാൽ ഞാൻ പറയും, നിങ്ങളുടെ ചരിത്രം, നിങ്ങളുടെ മതത്തിൻ്റെ ചരിത്രം എങ്ങനെയായിരുന്നു? നിങ്ങളുടെ മതത്തിൽ സമത്വം ഉണ്ടായിരുന്നുവോ? മറ്റുള്ള കാര്യങ്ങൾ അത് ഞാൻ കൂടുതൽ പറയുന്നില്ല, അത് അവർക്ക് മനസ്സിലാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു മതത്തിൻ്റെയും ചരിത്രം വിശുദ്ധമല്ല എന്നുള്ളതാണ്. എല്ലാ മതക്കാരിലും ശരിയുമുണ്ട്, തെറ്റുമുണ്ട്. ആ മതത്തിൻ്റെ ഉൽപ്പത്തി സ്ഥാനം ശരിയായിരിക്കും. ഉദാഹരണം, നമ്മുടെ ഹൈന്ദവ ധർമ്മം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ വേദങ്ങൾ, അതിൻ്റെ ഉപനിഷത്തുകൾ, ഇതിഹാസങ്ങൾ അവയൊക്കെ പവിത്രമാണ്. അതിൻ്റെ ഫോളോവേഴ്സിൽ വന്നിട്ടുള്ള പശകാണ് പിന്നീട് കണ്ടിട്ടുള്ളത്. അതുപോലെ തന്നെ ഇസ്ലാമിക ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നബി ചരിത്രം, നബിയുടെ ഉപദേശങ്ങൾ അതൊക്കെ വിശുദ്ധമാണ്. അതിൻ്റെ ഫോളോവേഴ്സിൽ വന്നിട്ടുള്ള പ്രശ്നങ്ങളാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ക്രിസ്തു മതം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സഹന നിശബ്ദനായ, ഒരു കർണത്തടിച്ചാൽ മറുകർണം പോലും കാണിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞ ക്രിസ്തു. എന്നാൽ ക്രിസ്ത്യാനികൾ അങ്ങനെയാണോ? അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, എല്ലാ മതത്തിലും ആ മതചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാത്തിലും പെശകുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ തെറ്റായ ഒരു വഴികളിലൂടെ സഞ്ചരിച്ച നമ്മൾ ഒരിക്കലും പരസ്പരം പടിചാരുവാൻ യോഗ്യരല്ല എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. ഇപ്പം നമ്മുടെ മുന്നിലുള്ള പ്രശ്നം നമ്മുടെ രാജ്യമാണ്, നമ്മുടെ ഭാവിയാണ്. 142 കോടി ജനങ്ങൾ അടങ്ങിയിരിക്കുന്ന, 140ഓളം കോടി ജനങ്ങൾ അടങ്ങിയിരിക്കുന്ന ഇന്ത്യയുടെ ഭാവി, ഭാരതത്തിൻ്റെ ഭാവി, അതാണ് നമ്മുടെ മുന്നിലുള്ള ഇപ്പോഴത്തെ വിഷയം. അതിനായിട്ട് എല്ലാ ഹൈന്ദവ, ക്രിസ്ത്യൻ, ഇസ്ലാം സുഹൃത്തുക്കളും, സകല മതക്കാരും, ബുദ്ധമതക്കാരും, ജൈനമതക്കാരും, പാഴ്സി മതക്കാരും, യഹൂദ മതക്കാരും തുടങ്ങിയ സർവ്വമതക്കാരും, എല്ലാ ജാതികളും, സവർണർ, അവർണരും സവർണരും അല്ലാത്തവർ തുടങ്ങിയ സർവ്വജാതികളും ഒരുമിച്ച് നിൽക്കേണ്ടതിൻ്റെ ആവശ്യകതയാണ് ഞാനിപ്പോൾ ഇവിടെ സൂചിപ്പിക്കുന്നത്.
നമ്മുടെ രാജ്യം അടിക്കടി സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയും കൊറോണ എന്ന് പറയുന്നൊരു മഹാമാരി നമ്മയെല്ലാം പിടിച്ചുലയ്ക്കുകയും ചെയ്യുമ്പോൾ ഈ മതസൗഹാർദ്ദത്തിന് വളരെയേറെ സ്ഥാനമുണ്ട്. ഇത് പറയുവാനാണ് ഈ വീഡിയോ ഇട്ടത്. നമസ്കാരം.